ഹലോ എവ്രി വൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞങ്ങളുടെ ഒരു കുട്ടി ഷോപ്പിംഗ് വീഡിയോ ആയാലോ. അപ്പം ഞാൻ എൻ്റെ സിസ്റ്ററിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുക. ഇത് ഞങ്ങൾ സക്രാപട്ടണം ബസ് സ്റ്റാൻഡ്. അങ്ങനെ ഇത് KSRTC ബസ്. ഇവിടെയല്ല ഇങ്ങനത്തെ ബസ്സാണ്. അപ്പോൾ ഞങ്ങൾ ബസ്സിൽ കയറി ഗൈസ്. ഇത് ഞങ്ങളുടെ ഇവിടുത്തെ കർണാടകയിലെ ആധാർ കാർഡ്. ഈ ആധാർ കാർഡ് ഉണ്ടെങ്കിൽ കർണാടകയിൽ എവിടെ വേണമെങ്കിലും സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് പോയിട്ട് വരാം. അപ്പോൾ ആ ആധാർ കാർഡ് കാട്ടിയാൽ മതി, ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടും. അപ്പോൾ ഇത് ചുറ്റിലും അടക്കത്തോട്ടമായതുകൊണ്ടാണ് ഗൈസ് ഞാൻ എൻ്റെ മിക്കവാറും വീഡിയോയിൽ അടക്കത്തോട്ടങ്ങൾ ഞാൻ കാട്ടുന്നത്. അങ്ങനെ ഞങ്ങൾ ചിക്മംഗ്ലൂർ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ചിക്മംഗ്ലൂർ വന്ന ഗൈസ് നല്ല നല്ല സ്ഥലങ്ങൾ കാണാനുണ്ട് ഇവിടെ. ഞങ്ങൾ ചിക്മംഗ്ലൂർ എത്തി. ചിക്മംഗ്ലൂരിൽ വന്നാൽ നല്ല ബാബാ ബുഡൻഗിരി, മുള്ളയ്യനഗിരി, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളെല്ലാം ഇവിടെ കാണാം. നല്ല പച്ചപ്പും ഹരിതാപവും എല്ലാം ഉള്ള നാടാണ് ഞങ്ങളുടെ ചിക്മംഗ്ലൂർ. അപ്പം ഞങ്ങൾ ബസ്സിറങ്ങി. ബസ് നിന്നിട്ട് കുറച്ചിങ്ങനെ ഉള്ളിലോട്ട് നടക്കാനുണ്ട്. അപ്പോൾ ഞാനും എൻ്റെ സിസ്റ്ററും നടന്നുകൊണ്ട് പോവുകയാണ്. സിസ്റ്ററിൻ്റെ മോളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് അവൾക്ക് ഒരു ജോഡി ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പം ഫസ്റ്റ് ഒരു പീടികയിലേക്ക് ഞങ്ങൾ കയറിയിട്ടുണ്ടായി. അവിടെ അങ്ങനത്തെ കളക്ഷനൊന്നും പറയത്തക്ക ഉണ്ടായിട്ടില്ല. പക്ഷേ കുറേയൊക്കെ നോക്കി, ഞങ്ങളവിടെ കുറേയൊക്കെ നോക്കി. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഇഷ്ടമായി. പക്ഷേ അതിൻ്റെ ബാക്കിൽ എലാസ്റ്റിക് ഉള്ളതുകൊണ്ട് ഞങ്ങളത് വാങ്ങിയില്ല. അങ്ങനെ കുറേയൊക്കെ നോക്കി. പക്ഷേ ഇതും ഇഷ്ടമായിണ്ടായി. പക്ഷെ അത് ഒരു ഫ്രാക്ക് ടൈപ്പ് ആയതുകൊണ്ട് അതും വേണ്ടെന്ന് വെച്ച്. അങ്ങനെ ഈ പീടികയിൽ കുറേ കളക്ഷനൊന്നും പറയത്തക്കൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷേ അത് പാൻറ്റ് ചെറുതും മേലത്തെ കോട്ട് വലുതും പോലെ ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ അവിടെ വേണ്ടെന്ന് വെച്ചിട്ട് നെക്സ്റ്റ് പീടികയിലേക്ക് പോകാൻ അവിടുന്ന് ഇറങ്ങി. അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയിട്ട് ഞങ്ങൾ ഇനിയൊരു പീടികയിലേക്ക് കയറി. അപ്പം ഗൈസ് ഇതാണ് ഞങ്ങൾ രണ്ടാമത്തെ പീടികയിൽ കയറിയിട്ട് നോക്കിയ ഡ്രസ്സുകൾ. പക്ഷേ ആൾമോസ്റ്റ് ഇവിടെ എല്ലാം നല്ല കളക്ഷനായിരുന്നു. ഒന്നിനേക്കാളും നല്ല നല്ല കളക്ഷന്. ഞങ്ങൾക്ക് ഈ പിങ്കും ഈ ഗ്രീനും നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷേ അവൾക്ക് പിങ്ക് ഡ്രസ്സ് ഉള്ളത് കൊണ്ട് ഞങ്ങൾ ആ പിങ്ക് വേണ്ടാന്ന് വെച്ച്. മാത്രം നല്ല രസമുണ്ടായി ഗൈസ്. ഉള്ളിലൊരു ഷർട്ട്, അതിൻ്റെ മേലൊരു കോട്ട്, മാമൂലി ബാഗി പാൻറ്റ്. പക്ഷെ എനിക്കിഷ്ടപ്പെട്ടത് ഈ ഗ്രീൻ കളറാണ്. പക്ഷെ ഞങ്ങൾ എടുത്തതും ഈ ഗ്രീൻ തന്നെയാണ്. പക്ഷേ ഇത് രണ്ടിൽ ഏത് എടുക്കുമെന്നൊരു കൺഫ്യൂഷനിലാണ് ഞങ്ങളവിടെ നിന്നുണ്ടായത്. അതായത് ഒരു പർപ്പിൾ കളറ്, ഇത് നല്ല രസമുണ്ടായി, വൈറ്റ് പാൻറ്റും പർപ്പിൾ കളറും. അങ്ങനെ ഞങ്ങളത് ഗ്രീൻ എടുത്തു ഗൈസ്. പിന്നെ ഞങ്ങൾ അടുത്തുള്ള ഒരു മാളിലേക്ക് കയറിയിട്ടുണ്ടായി. അവളുടെ സിസ്റ്ററിൻ്റെ മോൾക്ക് ഒരു ചെരുപ്പ് വേണമെന്ന്. അങ്ങനെ ക്രോക്സ് വേണം പറഞ്ഞിട്ടാണ് ഞങ്ങളവിടെ കാണാൻ പോയത്. പക്ഷേ ക്രോക്സ് പറയത്തക്കൊന്നും ഈ മാളിൽ കുറേ തിരഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ലാസ്റ്റക്ക് ഒരു ക്രോക്സ് കിട്ടിയിട്ടുണ്ടായത്. നല്ല നല്ല കളക്ഷൻ ഉണ്ടായി കുട്ടികളുടെ. പക്ഷേ അവൾക്ക് വൈറ്റ് ക്രോക്സ് വേണം പറഞ്ഞിട്ടാണ് ഞങ്ങൾ വൈറ്റ് തിരഞ്ഞത്. അപ്പോൾ അവിടെ ഞങ്ങൾ കുട്ടികളെ ചെരുപ്പ് നോക്കാൻ പോയപ്പോൾ ലേഡീസിൻ്റെ നല്ല നല്ല ഫുട്വെയർ ഉണ്ടായി. നല്ല രസമുണ്ടായി കാണാൻ. പക്ഷേ എനിക്ക് ഹീൽഡ് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ജാസ്തിയൊന്നും നോക്കാൻ നിന്നില്ല. പക്ഷേ ഈ വൈറ്റ് കളർ ഇത് ഞങ്ങൾ അവിടെ നിന്ന് എടുത്തു ഗൈസ്. അപ്പോൾ ലാസ്റ്റ് ഫൈനൽ ഈ വൈറ്റാണ്. പിന്നെ അവിടെ ഹാൻഡ് ബാഗ് നല്ല നല്ല രസമുണ്ടായി. ഒന്നിനേക്കായും നല്ല രസമുണ്ടായി. എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ വൈറ്റ് ബാഗാണ്. എനിക്ക് നല്ലോണം ഇഷ്ടമായി അത്. പക്ഷേ ആൾറെഡി ഞാനൊന്ന് വാങ്ങിയതുകൊണ്ട് ഞാനത് നോക്കാൻ പോയില്ല. അങ്ങനെ ഇത് ഞങ്ങൾ കയറിയ മാളാണ്. അങ്ങനെ ഞങ്ങളൊരു ഈ ചെരുപ്പാണ് അവിടെ നിന്ന് എടുത്തത്. അങ്ങനെ എൻ്റെ സിസ്റ്ററിന് ഒരു പുട്ടുമേക്കർ വേണമായിരുന്നു. അപ്പോൾ പുട്ടുമേക്കറും അവിടുന്ന് വാങ്ങി. പിന്നെ ഗൈസ്, എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തേത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് അവിടുന്ന് ക്ലോസ് ചെയ്ത്